ഹോശേയ 8-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവർ എന്റെ നിയമത്തെ ലംഘിച്ചു, എന്റെ ന്യായപ്രമാണത്തിന് വിരോധമായി അതിക്രമം ചെയ്തതുകൊണ്ട് കാഹളം വായിൽ വെക്കുക. കഴുകനെ പോലെ യഹോവയുടെ ആലയത്തിന്മേൽ ചാടി വീഴുക. അവർ എന്നോട്, ദൈവമേ, ഇസ്രയേലാകുന്ന ഞങ്ങൾ നിന്നെ അറിയുന്നു എന്ന് നിലവിളിക്കുന്നു. ഇസ്രയേൽ നന്മയായതിനെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. ശത്രു അവനെ പിന്തുടരട്ടെ. അവർ രാജാക്കന്മാരെ വാഴിച്ചു. ഞാൻ മുഖാന്തരമല്ല താനും, ഞാൻ അറിയാതെ പ്രഭുക്കന്മാരെ അവർ നിയമിച്ചിരിക്കുന്നു. അവർ ഛേദിക്കപ്പെടേണ്ടതിനും വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും തങ്ങൾക്ക് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. സമയേ, നിന്റെ പശുക്കിടാവിനെ അവൻ വെറുക്കുന്നു. എന്റെ കോപം അവരുടെ നേരെ ജ്വലിക്കുന്നു. അവർക്ക് കുറ്റമില്ലായ്മ എത്രത്തോളം അസാധ്യമായിരിക്കും. ഇത് ഇസ്രയേലിന്റെ പണി തന്നെ. ഒരു കൗശലപ്പണിക്കാരൻ അതിനെ ഉണ്ടാക്കി, അത് ദൈവമല്ല. സമയയുടെ പശക്കിടാവ് നുറുങ്ങിപ്പോകും. അവർ കാറ്റ് വിതച്ചു, ചുഴലിക്കാറ്റ് കൊയ്യും. അതിന് തണ്ടില്ല. ഞാറു മാവിന് നൽകുകയുമില്ല. നൽകിയാലും അന്യജാതികൾ അതിനെ വിഴുങ്ങിക്കളയും. ഇസ്രയേലിനെ വിഴുങ്ങിപ്പോയി. അവർ ഇപ്പോൾ ജാതികളുടെ ഇടയിൽ ഇഷ്ടമില്ലാത്തൊരു പാത്രം പോലെ ഇരിക്കുന്നു. അവർ തനിച്ച് നടക്കുന്ന കാട്ടുകഴുത പോലെ അശൂരിലേക്ക് പോയി. എഫ്രൈം ജാരന്മാരെ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു. അവർ ജാതികളുടെ നിന്ന് ജാരന്മാരെ കൂലിക്ക് വാങ്ങിയാലും ഞാനിപ്പോൾ അവരെ കൂട്ടും. അവർ ഫെറുക്കന്മാരുടെ രാജാവിന്റെ ചുമടിൻ കീഴിൽ വേഗത്തിൽ വേദനപ്പെടും. എഫ്രൈം പാപപരിഹാരത്തിനായി അനേക യാഗപീഠങ്ങളെ ഉണ്ടാക്കിയതുകൊണ്ട് യാഗപീഠങ്ങൾ അവന് പാപഹേതുവായി തീർന്നിരിക്കുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവന് 10,000 കൽപ്പനയായി എഴുതി കൊടുത്താലും അവ അപൂർവ കാര്യമായി എണ്ണപ്പെടുന്നു. അവർ എന്റെ അർപ്പണയാഗങ്ങളെ അറുത്ത് മാംസം തിന്നുന്നു, എന്നാൽ യഹോവ അവയിൽ പ്രസാദിക്കുന്നില്ല. ഇപ്പോൾ അവൻ അവരുടെ അകൃത്യം ഓർത്ത് അവരുടെ പാപം സന്ദർശിക്കും. അവർ മിസ്രൈമിലേക്ക് മടങ്ങി പോകേണ്ടി വരും. ഇസ്രയേൽ തന്നെ ഉണ്ടാക്കിയവനെ മറന്ന് മന്ദിരങ്ങളെ പണിതിരിക്കുന്നു. യഹൂദ ഉറപ്പുള്ള പട്ടണങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അവന്റെ പട്ടണങ്ങളിൽ തീ അയക്കും. അത് അവയിൽ അരമനകളെ ദഹിപ്പിച്ചു കളയും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറിക്കുമോ.